Hello guys, welcome back to our YouTube channel. Morning. അപ്പോൾ ഞങ്ങൾ എട്ടർക്കലിൻ്റെ ഭാഗമായി അടുത്ത അമ്പലങ്ങളിലോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇത്തവണ പോകുന്നത്. അമ്മയും ആദ്യം ഞാനും ദേവേട്ടനും അപ്പം കൂടിയിട്ടാണ് പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ വീട് തിരുവല്ലോമലയാണ്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി തിരുവല്ലോമല വില്ലുവതിരിനാഥ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം അങ്ങനെ എപ്പോഴും പോകാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് ഈ സമയത്ത് അവിടെ പോകണം, പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്കാണ് ശനക്കത്തൂർ ഭഗവതി ടെമ്പിൾ. അന്ന് അവിടെ ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ സ്ഥിരമായി പോകാറുള്ളത് കൊണ്ട് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി. ആറാം മാസത്തിലാണ് ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പോയത്. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. അന്ന് അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെ ആയിരുന്നു. ട്രിവാൻഡ്രം പോയതിനു ശേഷം ഇവിടെ വന്ന് തൊഴാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ശ്രീരാമൻ, ലക്ഷ്മണൻ, അതുപോലെ ഹനുമാൻ, അയ്യപ്പൻ, ഗണപതി ഇങ്ങനത്തെ പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലാണ് പുനർജനി നൂഴൽ ചെയ്യുന്നത്. എവിടെ പോയാലും ദേവേട്ടൻ്റെ സീരിയലിലൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാർ വരും, ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീരാമന്, ലക്ഷ്മണന് നെയ്വിളക്ക്, അതുപോലെ ഹനുമാന് വടമാല, പിന്നെ നമ്മൾ നാമം എഴുതി കെട്ടിയ മാല ചേർത്തുക, ഹനുമാൻ്റെ അവിടെ ശ്രീരാമൻ്റെ ജയ് ശ്രീരാം എന്ന് എഴുതിയ മാല, ഇതൊക്കെയാണ് ഇവിടെ ഞങ്ങൾ സ്ഥിരമായി ചെയ്തു വരുന്ന വഴിപാടുകൾ. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഹരിശ്രീ ഗണപതായ നമഃ എന്ന് നമ്മളിവിടെ എഴുതും. എന്നിട്ട് അതിന് ശേഷം കല്ല് വലുപ്പ ക്രമീകരണത്തിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വീഴാതെ ഇതിങ്ങനെ ഉയർത്തി കൊണ്ടുവരണം. അങ്ങനെ ഉയർത്തി എത്ര വെക്കുന്നു അത്രയും നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ കരിയറെല്ലാം ഉയർന്നു വരും എന്നാണ് സങ്കല്പം. അവിടുത്തെ ദർശനം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പറക്കോട്ടുകാവുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തത് അവിടെയും കൂടി പോയി, സമയം ഉണ്ടായിരുന്നു, നട അടയ്ക്കേണ്ട സമയമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടി തൊഴാൻ വേണ്ടി വേഗം പറക്കോട്ടുകാവിലും കൂടി പോവുകയാണ്. പറക്കോട്ടുകാവ് താലപ്പൊലിയൊക്കെ നല്ല ഫേമസ് ആണ്. ഇവിടുത്തെ താലപ്പൊലി, വെടിക്കെട്ട് എല്ലാം നല്ല ഫേമസ് തന്നെയാണ്. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും വന്നിട്ടുണ്ടായിരുന്ന അമ്പലമാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള എൻ്റെ നൊസ്റ്റാൾജിയിൽ ഏറ്റവും വലിയത് ഈ അമ്പലം യാത്രകൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഗർഭകാലത്ത് എനിക്ക് വീണ്ടും അവിടെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പിഷാരഡീസിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ തന്നെ സമയം കുറച്ച് ലേറ്റായി. കാരണം ഞങ്ങൾ അമ്പലമൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ലേറ്റായി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ പോയി തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു. ഗർഭിണികൾക്ക് മസാല ദോശ ഇഷ്ടമെന്ന് പറഞ്ഞ് ദേവേട്ടൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മസാല ദോശകൾ വലിയ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു. അവിടെ ചെന്നപ്പോൾ എന്നെയും അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ വ്ളോഗൊക്കെ കാണുന്ന എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ അവിടുത്തെ
സ്റ്റാഫുകൾ വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്കും നല്ല സന്തോഷമൊക്കെയായി. അതുപോലെ ദേവേട്ടനെയും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ല ഹാപ്പിയായി. ഫുഡൊക്കെ കഴിച്ച് ആണ് അവിടെ നിന്ന് ഇറങ്ങിയത്. യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അമ്മയും ദേവേട്ടനും ഫോണിലാണ്. നമുക്ക് 1:15 ഷൂട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇനി 1:15 ഞാൻ 1 തുടങ്ങും. 15 വീഡിയോയില് കണ്ടു. ആയിക്കോട്ടെ, ഉറപ്പായിട്ടും നിങ്ങളെ നാട്ടിലേക്ക് വരുന്ന ഞങ്ങള് ആണല്ലേ. ആയിക്കോട്ടെ, എന്തായാലും ഞാൻ മാർക്കറ്റിലുള്ള നോക്കിട്ട് ഇറങ്ങട്ടെ. എന്തായാലും ഇവിടെ ഇനി നാട്ടിൽ വരുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് പട്ടാമ്പിയുള്ള ഷീ സ്റ്റോറിലൊന്ന് കയറി കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അവിടെ ഒന്ന് കയറിയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിലെത്തിയിട്ട് ദേവേട്ടന് നല്ല പണി കൊടുത്തു. വലിയ വാഴയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് ഇന്നലെ വെട്ടിയിരുന്ന നിനക്ക് ഇത് വെച്ച് വർക്കൗട്ട് ചെയ്യാമായിരുന്നു. വീണ്ടും വൈകുന്നേരം ഞങ്ങൾ അടുത്ത യാത്രയിലോട്ട് പോവാണ്. കെസു, നമ്മൾ എങ്ങനെ പോണേ? ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. വിളിക്കണം. നമ്മളെവിടേക്കാ പോകുന്നത്? ഹായ് ഗൈസ്, നമ്മൾ നാട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് നമ്മൾ സിനിമയ്ക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ്. നമ്മുടെ സ്വന്തം കൃഷ്ണ തിയേറ്ററിൽ. എന്റെ മടിയിലോ ആ നാട്ടിലെ ഓരോരുത്തർക്കും അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.